ഹലോ, നമസ്കാരം. എന്നും സാധാ ചപ്പാത്തിയാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പം ഇന്ന് വിചാരിച്ചു സിലോൺ ചപ്പാത്തി ചെയ്യാമെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 കപ്പ് ഗോതമ്പ് പൊടിയിൽ 1 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി അങ്ങോട്ട് കുഴച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും നല്ല മയത്തിൽ കുഴച്ചെടുത്ത് 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ കനം കുറച്ച് പരത്തി അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് 4 സൈഡും മടക്കി ഇതേ രൂപത്തിൽ നമ്മൾ പരത്തിയെടുക്കണം. അതായത് അധികം കനവും പാടില്ല, അധികം കനം കുറയാനും പാടില്ല. പിന്നെ നമ്മൾ പാനിൽ ഇട്ട് അത് ചുട്ടെടുക്കണം. അപ്പോൾ പാനിൽ നമ്മൾ ഇട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിങ്ങനെ നല്ല വീർത്ത് വരുന്നുണ്ട്. നല്ല സ്മൂത്താണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ അലകലകായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കീറിയെടുക്കുമ്പോൾ അറിയാത് അത്ര സ്മൂത്തൻസാണ്. പിന്നെ പിള്ളേർക്കായാലും നമുക്ക് ഈ പൊറോട്ടയ്ക്ക് പകരം ഈ ചപ്പാത്തി കൊടുക്കാം കേട്ടോ. പിള്ളേരെ പറ്റിക്കും ചെയ്യാം കുഞ്ഞുമക്കളത്. പൊറോട്ട ആണെന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. എൻ്റെ മണിക്കൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. ഇതിലൂടെ നമുക്ക് ചിക്കൻ കറി, ഞങ്ങൾ ഇന്ന് മുട്ട റോസ്റ്റ് കൂട്ടിയാണ് കഴിച്ചത്. ചപ്പാത്തിക്ക് എന്തൊക്കെ കൂട്ടി കഴിക്കും അതൊക്കെ കൂട്ടി നമുക്ക് കഴിക്കുകയും ചെയ്യാം. പിന്നെ ആ ചപ്പാത്തി ഉണ്ടാക്കണേക്കാളും നമുക്ക് ഇത്തിരി കുറച്ച് പണി കൂടുതലാണെന്ന് മാത്രമല്ല. പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് നല്ലതാണല്ലോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു സംഭവമാണ് കേട്ടോ. കലക്കനാണല്ലോ, സിലോൺ ചപ്പാത്തി സൂപ്പറായിട്ടുണ്ടല്ലോ. പൊറോട്ടയെക്കാളും ഗംഭീരായിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ക്യാഷ് മുട്ട റോസ്റ്റ്. ശരി, ഏതായാലും ഒരു പിടുത്തം പിടിക്കട്ടെ.